ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കകത്തുണ്ട്. കീഴിലേക്ക് പോവാം. യെസ്. ഓക്കെ. ഹെഡ് ടൈല് ഫസ്റ്റ് കിഴി സമ്മതിക്കുന്നില്ല. ഫസ്റ്റ് കിഴി ഞാൻ മാറ്റി വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല. ഫസ്റ്റ് വൺ ലിറ്റിൽ ഹേർട്സ്. ലിറ്റിൽ ഹേർട്സ് സിനിമ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. നാളെയാണ് സിനിമ റിലീസിനെത്തുന്നത്. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നൊരു സിനിമയാണ്. ഷെയ്ൻ നിഗാണ് നായകനായിട്ട് എത്തുന്നത്. നമ്മുടെ മഹിമ നമ്പ്യാറാണ് നായിക. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയി ബുക്ക് ചെയ്തോളി. നാളെ ഞങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോകും. ലിറ്റിൽ ഹാർട്സ് നോക്കാം. അടുത്തത് അരമനൈ 4 സിനിമയുടെ OTT റിലീസ് ജൂൺ 21 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ. ഓക്കെ, തമിഴ്നാട്ടിൽ നിന്ന് 100 കോടി നേടിയ സിനിമ കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല കേട്ടോ, അതായത് ഒരു തമിഴ് മൂവി 100 കോടി ഈ വർഷത്തിൽ നേടിയ സിനിമ. ആദ്യത്തെ 100 കോടി. JSK സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതേ നമ്മുടെ ദിലീപിൻ്റെ സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് പുറത്തു വിട്ടത്. എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. പ്രവീൺ നാരായണൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അതെ, അത് തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും. യെസ്. അടുത്ത മദ്രാസ്കാരൻ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്, റാപ്പിഡായിട്ടുണ്ട്. ഷെയ്ൻ നിഗം പ്രധാന വേഷത്തിലെത്തുന്ന തമിഴ് സിനിമ, ആദ്യത്തെ തമിഴ് സിനിമയാണ്. യെസ്. ഓക്കെ, അടുത്ത കിഴി ഷെയ്ൻ നിഗത്തിന് 2 സിനിമകളുടെ കിഴി വന്നില്ലേ അപ്പോൾ. യെസ്. ഓക്കെ, അടുത്തത് ഡ്രാഗൺ, പ്രദീപ് രംഗനാഥൻ മൂവി. യെസ്. സിനിമയിൽ 2 നായികമാരുണ്ട്. അതിലൊന്ന് അനുപമ പരമേശ്വരൻ. അനുപമയുടെ 2 സിനിമയായി പോകും അല്ലേ? JSKയും ഇതും ഡ്രാഗണും. എല്ലാവർക്കും 2 വെച്ചുണ്ടെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. അടുത്തത് ഗർ സിനിമയുടെ മേക്കിംഗ് വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. കാണേണ്ട മുതലാണ്. അതായത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു VFX, പക്ഷെ അതിന്റെ ക്യാപ്ഷനാണ് കുഞ്ചാക്കോവന്റെ അടിപൊളി എമ്മാന്ത് കൊണ്ട് എനിക്ക് അറിയുള്ളൂ. ഇതേ പുറത്തു പോയി ഷൂട്ട് ചെയ്ത കേട്ടോ, അതുകൊണ്ടാണ് സിംഹത്തിനെ ഒറിജിനൽ കിട്ടിയത്. സൈലന്റ് ആക്കിയിടാം. കേട്ടോടാ, എന്തിനാണ് ഇനി എന്തിനാണ് ഇവിടെ ഓർമ്മത്തിനാണ് കൂടി സിംഹം ആൾറെഡി ഉണ്ടല്ലോ. ഞാനിവിടെ ഇരിപ്പില്ല. ഇതിന്റെ ഒക്കെ കൂടെ ഇങ്ങനെ കളിച്ച് നടക്കണം, എന്തൊരു രസമായിരിക്കും. അതെ, സത്യം. അതെ, അവൻ ആ രസം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നീയാണ് സിംഹമെങ്കിൽ അത് ഞാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും സിംഹത്തിന്റെ കൂടെയൊക്കെയാണ് എന്റെ കളി. ഇറച്ചിട്ട് കട തെണ്ടി. എന്റെ ബാക്ക് സൈഡ് നിങ്ങൾ കാണാൻ എല്ലാം മാന്തി പറിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത കിഴി എടുത്തു വെച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. കൂലി, ലോകേഷ് കനകരാജ് തലൈവർ മൂവി. സിനിമയുടെ ഷൂട്ട് ജൂൺ 10 തുടങ്ങും എന്നുള്ളതാണല്ലോ അറിവ്. എന്തായാലും മറ്റൊരു അറിവുണ്ട്. സിനിമയിൽ പ്രധാന വേഷത്തിൽ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ഉണ്ടാവുന്നതാണ്. അത് അത്രയില്ല സംഭവം ഉണ്ടെങ്കിൽ പൊളിയായി. എന്താണെങ്കിലും അതായത് നമ്മൾ ആഗ്രഹിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, ദിലീപ് ഒന്ന് മാറി വേറെ രീതിയിൽ വരണം എന്നുള്ളത്, അത് സംഭവിക്കും. അത് ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ആ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ടെറർ ലെവല് പരിപാടി ലോകേഷ് കൊണ്ടുവരും, കാണിച്ചു തരും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ദിലീപ് തന്നെ കാണണം. അതെ, ദിലീപ് തന്നെ ഒന്ന് അറിയണം. ഞാൻ ഈ കോപ്പൊക്കെ വിട്ടിട്ട് പോകേണ്ട സമയമായിന്ന് ഉള്ളിൽ തോന്നിപ്പിക്കുന്ന വിധത്തില് സാധനം ഇട്ടങ്ങ് തരും. അടുത്തത് ജയിലർ 2 വിടൂല കേട്ടോ രജനീകാന്ത്. എല്ലാവർക്കും 2 ഏകദേശം 2 വെച്ച് വന്നിട്ടുണ്ട് എല്ലാവരും. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് ഈ മാസം തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. ബാലയ്യ പ്രധാന വേഷത്തിലെത്തും എന്നുള്ളതും കൂടി കേൾക്കുന്നുണ്ട്. അതായത് ബാലയ്യ ജയിലർ ഫസ്റ്റിൽ ഒരു പ്രധാന വേഷം ചെയ്യേണ്ടിയിരുന്നതായിരുന്നു, ചില കാരണങ്ങളാൽ മാറിയതാണ്. അപ്പോൾ എന്തായാലും ജയിലർ 2 അത് സംഭവിക്കും എന്നുള്ളതാണ്. അതൊരു പൊളിയായിരിക്കും, ഒരു പൊളി, വൻ പൊളി തന്നെ ആവാനാണ് ചാൻസ്. എന്നെ ഇഷ്ടം പോലെ ഞാനും കരുതി
ഓക്കെ ഓക്കെ അടുത്ത കിഴി കങ്കുവ. കങ്കുവ സിനിമയുടെ പ്ലോട്ട് എന്താണെന്നറിയോ? IMDb പറയുന്നത് പ്രകാരം ഇതിൻ്റെ പ്ലോട്ട് ഇതാണ്. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1678 നടന്ന ഒരു സംഭവം. അതായത് ഒരു വലിയ വാരിയർ ഒരു ഡിസീസുമായിട്ട് മരണപ്പെടുന്നു. ആ ഡിസീസിനെ കുറിച്ച് പ്രസന്റ് കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി റിസർച്ച് നടത്തുന്നു. എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഇവരെ ആരൊക്കെ പുറത്ത് അടിച്ചിറക്കി വിടുന്ന സാധനമായിരിക്കും. IMDb കൊടുക്കൂലല്ലോ. IMDb കൊടുക്കൂല മോനെ. അതും ശരിയാണ്. പക്ഷെ IMDbന്റെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ പറയാനും പറ്റൂല. സംഭവം ബേസിക് പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് എന്തായാലും. പക്ഷെ നമ്മള് ഈ കങ്കുവന്റെ തുടക്കത്തിൽ കങ്കുവനെ കുറിച്ച് അവര് പറഞ്ഞിട്ടുള്ള സാധനം ഇതൊന്നും അല്ലല്ലോ. ഏതാണ്ട് അതായത് പ്രസന്റ് കാലഘട്ടം ഉണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സയന്റിസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആളുടെ 2 ലുക്കും കാണിച്ചിട്ടുള്ള ആ പോസ്റ്ററിൽ നിന്ന് വ്യക്തമാണ്. പിന്നെ 2 കാലഘട്ടം ഫ്യൂഷൻ രീതിയിൽ അവതരിപ്പിച്ച ഒരൊറ്റ പോസ്റ്റർ തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് വ്യക്തമാണ്. അതായത് ആ കാലഘട്ടം 7ാം അറിവിന്റെ ആ ഒരു ഇതുണ്ട്. ആ കാലഘട്ടം വ്യത്യാസം വന്നില്ല എപ്പോഴും. അതായത് 1678 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 400 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കഥയാണ്. അതെ അല്ലേ? അത് വർഷങ്ങളല്ലേ മാറ്റം വരുന്നുള്ളൂ, പ്ലോട്ട് മാറുന്നില്ലല്ലോ. അത് കൊള്ളാം. കങ്കുവ എന്ന് പറഞ്ഞത് ഏതോ കാലത്ത്, അത് മനുഷ്യൻ പോലും എന്താ പറയാ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചാണെന്നാണ് പറയുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്. അതായത് ഒരു സീരിയൽ കില്ലറിന്റെ കഥ പറയുന്നു. കഥ എല്ലാം അതുപോലെ എടുത്തിട്ട്, അതായത് ബേസിക് പ്ലോട്ട് എല്ലാം എടുത്തിട്ട്, അതായത് പുരുഷന്മാർ ആയിരുന്നു ആ പഴയ സിനിമയിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത്. അത് ഇതിൽ സ്ത്രീകളാക്കി കഴിഞ്ഞാൽ ബേസിക് പ്ലോട്ട് മാറുന്നില്ലല്ലോ. ചോദിക്കണ്ടില്ല. ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ട്, ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ സിനിമ പോലെ വേറെ സിനിമ ചെയ്തു. ഇതിലെന്താക്കി, അതിലാണുങ്ങളായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത്, ഇതില് സ്ത്രീകളെയാണ് കൊല്ലുന്നത്. അതുകൊണ്ട് ബേസിക് പ്ലോട്ട് മാറുന്നില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന അതല്ല. അതായത് ഇതിനെ കുറിച്ച് സിനിമ ചെയ്യുമ്പോഴും ഈ സിനിമ നമുക്ക് തരുന്നൊരു സാധനം അതാണ്. അതായത് വർഷങ്ങൾക്ക് മുന്നേ, അതായത് ഇവരുടെ തമിഴിലെ തന്നെ അവരുടെ എന്താ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നെയാണ്. അത് ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ എന്നല്ല കൊടുത്തിരിക്കുന്നത്. അതാണ് ആ സാധനം. ആ 17ാം സെഞ്ചുറി എന്ന് പറയുമ്പോ എത്ര വർഷമായി? അതായത് 1678. അല്ല, നമ്മളിപ്പോ അതല്ലല്ലോ നമ്മുടെ വിഷയം. അല്ല, ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്തുകൊണ്ട്, അതായത് 7ാം അറിവിന്റെ അതേ പ്ലോട്ടാണ്. അത് സെയിം ആണ്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല. ഈ ഒരു സാധനം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞത് 7ാം അറിവ് അത്രേ ഉള്ളൂ, അല്ലാണ്ട് അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. കഥയിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ സംശയമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ അല്ലല്ലോ ഈ വർഷത്തെ ആണോ, അല്ല ഈ 1678 ആ വർഷത്തെ ആണോ അത് പറയുന്നതെന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആയിരിക്കാം, നോക്കാം. എന്തായാലും വരുമല്ലോ. ആകെ കൺഫ്യൂഷൻസ് ഉണ്ട് അതില്, കാരണം നമുക്ക് ഇതിനെ കുറിച്ച് വ്യക്തമായ ധാരണകളൊന്നും ഇല്ലല്ലോ. കാര്യങ്ങൾ അറിയുള്ളൂ. ഒന്നാമത് തമിഴിൽ പോലും കുറഞ്ഞ ഗ്രന്ഥങ്ങളിലാണ് ഈ കങ്കുവേന്റെയും ഈ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ശിവന്റേതായ രീതിയിലുള്ള ഒരു ഫിക്ഷൻ രീതിയിലൊരു സാധനം പുറത്തുവിട്ടതാണ്. അതും ആയിരിക്കാം, എന്തായാലും നോക്കാം. അടുത്തത് സുരേഷ് ഗോപി, മമ്മൂക്ക, ഫഫ, കുഞ്ചാക്കോ ബോബൻ, മഹേഷ് നാരായണൻ. ഇവരെല്ലാവരും ഒരുമിക്കുന്ന സിനിമ മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷനിൽ ഓഗസ്റ്റിൽ ഷൂട്ട് തുടങ്ങാൻ പോവാണ്. ഓക്കെ, ഇത് പറഞ്ഞിരിക്കുന്ന ആരാ? ഈ അപ്ഡേറ്റ്സ് തന്നിരിക്കുന്ന ആരാ? സുരേഷ് ഗോപി. പിന്നല്ല, നമ്മൾ ഒരു കിഴി എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, സുരേഷ് ഗോപി ഇതിൽ പ്രധാന വേഷത്തെത്തും. പിന്നെ ആ കഥാപാത്രം എന്താണെന്ന് നമുക്കറിയാം, അത് നമ്മൾ പറയുന്നില്ല. അത് നമ്മൾ പറയുന്നില്ല. പക്ഷെ അത് നമ്മൾ പറയുന്നതിന്റെ മുന്നേ ഇനി ആരെങ്കിലും അത് എക്സ്ക്ലൂസീവ് ആയിട്ട് അങ്ങിടുകയും ചെയ്യും. അപ്പൊ നമ്മൾ മൂഞ്ചിങ്ങനെ ഇരിക്കും, ഏടാ പറയണ്ടായിരുന്നു അത് പോയിന്ന്. അല്ല, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ നമ്മളങ്ങനെ തെണ്ടിത്തരം കാണിക്കൂല. ഓക്കെ. പക്ഷെ വേറെ കാര്യം, എനിക്ക് ഇപ്പോഴും സംശയമാണ്, മമ്മൂട്ടി കമ്പനി മാത്രമാണോ ഈ സിനിമ നിർമ്മിക്കുന്നത്? അത് ഒരിക്കലും ആയിരിക്കാൻ ചാൻസ് വളരെ കുറവാണ്. മമ്മൂട്ടി കമ്പനി ഉണ്ടാവാം മേ ബി. ഫഫ ഇതിൽ നിന്ന് മാറിയതാണ്, പിന്മാറിയതാണ്. പ്രൊഡക്ഷന്റെ എമൗണ്ട് കൂടുന്നത് കൊണ്ടാണ് തോന്നുന്നു. ഓക്കെ, NBK 109 ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. ലയൺ, അത് നിനക്കും കിട്ടിയില്ല ഒരു സിംഹത്തിന്? പിന്നെ അതെ, പോസ്റ്റർ എന്തായാലും കിടിലൻ പോസ്റ്ററാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. എന്തായാലും ആളും അത്യാവശ്യം വിജയങ്ങൾ അല്ലേ ഇലക്ഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. അതെന്താ? എനിക്കറിയാം, തടയാൻ പറ്റില്ലടാ ഞങ്ങളെ. അവനെ നമുക്കും തടയാൻ പറ്റില്ല. ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത്
മീനും കൊണ്ടാ വരുന്നത് നാട്ടുകാർക്ക് മനസ്സിലായി. പിന്നെ എന്തിനാണ് ഈ നമ്മളെ കഷ്ടപ്പെടുത്താൻ? ആന്ന്. അടുത്തത് പഠിക്കും എന്നാലും ഒന്ന് പറഞ്ഞു. കാഞ്ചന 4 ഓക്കെ. സിനിമ ഓൺ കാർഡായിട്ടുണ്ട്. സെപ്റ്റംബറിൽ സിനിമേന്റെ ഷൂട്ട് തുടങ്ങും. ഞാനിപ്പോ കാഞ്ചനയായിട്ട് മാറും. രക്തദാഹിയായ കാഞ്ചനയായി മാറും. അടുത്തത് മാർക്കോ സിനിമയുടെ ആഞ്ജനേയ സ്വാമികളെ. ഓക്കെ പോന്നോട്ടെ. ആരെങ്കിലും വാങ്ങി നോക്ക്. ദേഷ്യക്കാരനെ. അയ്യോ, അവൻ അതിന്റെ ദേഷ്യം അവൻ തീർക്കുന്നത്. എന്തായാലും മാർക്കോന്റെ ഒരു ലൊക്കേഷൻ വീഡിയോ ഡെയിലി ഉണ്ട്. ഡെയിലി ഓരോന്ന് 1 വീതം ഓരോ ദിവസവും. പിന്നെ വേറെ ലൊക്കേഷനും ഷൂട്ടിംഗ് സെറ്റൊക്കെ കണ്ടോണ്ടിരിക്കാൻ ഒരു രസമുണ്ട്, ഒരു വൈബുണ്ട്. രസമുണ്ട്, നല്ല രസമുണ്ട്. അടുത്തത് ബൂമറാങ്കിൾ. ഞാൻ കാത്തിരുന്നൊരു സിനിമയാണ്. സിനിമ വരുന്നുണ്ട് നാളെ ജൂൺ 7-ാം തീയതി OTT റിലീസ് ആവുന്നുണ്ട്. സിംപ്ലി സൗത്തിൽ കണ്ടോട്ടോ. നിന്റെ പ്രായത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ് ബൂമറങ്കിൾ. അതില് ജോക്കർ ഉണ്ട്, ബൂമർ അങ്കിൾ ഉണ്ട്, പിന്നെ അയൺ ലേഡിയോ അല്ല ഏതോ ലേഡി ഒക്കെ ഉണ്ട്. നല്ല ആളാ, കാത്തിരിക്കുന്നു. എന്തായാലും കാണണം, ആസ്വദിക്കണം. പിന്നെ നാളെ ലിറ്റിൽ ഹേർട്സ് ആസ്വദിക്കണ്ടേ? അത് വേറെ. നീ മറ്റേ ഗജനിക്ക് പോണോ? ഗജനിക്ക് നോക്കാം, ആലോചിക്കാം. ഗജനി റീ റിലീസ് എത്തുകയാണ് നാളെ. എനിക്കതിൽ വില്ലനെ പോലെ ഇന്ത്യൻ റീ റിലീസ് ഉണ്ട്, പക്ഷെ അത് നമ്മുടെ ഇവിടെ ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, എനിക്ക് അതിൽ വില്ലനെ പോലെ ഇഷ്ടമല്ല. അത് നന്നായി. ഏതായാലും പിന്നെ നയൻതാരനെ കുറിച്ച് ഓർക്കുമ്പോൾ കാണാൻ താല്പര്യമുണ്ട്. ശരിയാ, പോയിട്ടോ. അപ്പൊ എന്തായാലും പോട്ടെ. സിനിമ കിരി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ ബൈ ബൈ.